നമസ്കാരം. പ്രവാസികളുടെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. 25 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം കേരളത്തിൽ നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ പുറത്തു വന്നു. കേരളത്തിൽ LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന ചോദ്യത്തിന് ജനം തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമായ ഉത്തരം നൽകി. 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുമ്പോൾ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്കാണ് സംസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നത്. മെയ് 4 തിങ്കളാഴ്ച പുറത്തു വന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വ്യക്തമാക്കുന്നത് കേരളം വലത്തോട്ട് തന്നെ നിൽക്കുന്നുവെന്നാണ്. അതായത് UDF അധികാരത്തിലേക്കെന്നാണ്. അതേസമയം മൂന്നാം ഊഴം ഭരണം സ്വപ്നം കണ്ടിരുന്ന LDFന് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചത്. ഏതാണ്ട് 35 സീറ്റിൽ ഒതുങ്ങേണ്ടി വരുന്ന അവസ്ഥ. BJP 3 സീറ്റുകൾ നേടി. ഈ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ നിലവിലെ സാഹചര്യമാണ് പറഞ്ഞത്. ചിലപ്പോൾ കേറിയും ഇറങ്ങിയും ഇരിക്കാം, എങ്കിലും ഏകദേശമാണ് ഞങ്ങൾ വ്യക്തമാക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ഭരണമാറ്റമാണ് ഉണ്ടാകുന്നത്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഐക്യജനാധിപത്യ മുന്നണി സംസ്ഥാനത്ത് വൻ വിജയത്തോടെയാണ് അധികാരത്തിലേക്ക് തിരിച്ചെത്തുന്നത്. വോട്ടെണ്ണങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് പുരോഗമിക്കുമ്പോൾ 140 മണ്ഡലങ്ങളിൽ 102 സീറ്റുകളിൽ UDF വ്യക്തമായ ലീഡ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിൽ മിക്കയിടങ്ങളിലും അവസാന പ്രഖ്യാപനവും വന്നു. എങ്കിലും 102 സീറ്റുകളിലാണ് UDF വ്യക്തമായ ലീഡ് നിലനിർത്തിയിരിക്കുന്നത്. ഭരണ തുടർച്ച ലക്ഷ്യമിട്ടിറങ്ങിയ ഇടതുമുന്നണിക്ക് വെറും 35 സീറ്റുകളിൽ മാത്രമാണ് മുന്നേറാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും തിരിച്ചടിയാണ് കിട്ടിയത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഞെട്ടൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലമായ ധർമ്മടത്ത് നിന്നാണ്. 6ാം റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ മുഖ്യമന്ത്രി തന്റെ ഉറച്ച കോട്ടയിൽ UDF സ്ഥാനാർത്ഥി VP അബ്ദുൾ റഷീദിനെ പിന്നിലായത് എന്നത് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരപ്പിച്ചു. എന്നാൽ പിന്നീട് മുഖ്യമന്ത്രി മുന്നിലേക്ക് വന്നു. കൂടാതെ മന്ത്രിമാരായ P രാജീവ്, വീണ ജോർജ്, R ബിന്ദു, V ശിവൻകുട്ടി തുടങ്ങിയ മന്ത്രിസഭയിലെ 13ഓളം പ്രമുഖ മന്ത്രിമാരും തോൽവി ഏറ്റുവാങ്ങി. അതേസമയം കൊട്ടാരക്കരയിൽ ധനമന്ത്രി ബാലഗോപാൽ വിജയിച്ചു. 1000ഓളം വോട്ടിനാണ് വിജയിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് LDFിലെ ഘടകകക്ഷിയായി നിന്ന കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി ഉൾപ്പെടെ 12 പേർ മത്സരിച്ച എല്ലാവരും തോറ്റു. അങ്ങനെ കേരള കോൺഗ്രസ് M സംപൂജ്യരായി. പാലയിൽ നിന്നും UDF ലേബലിൽ മാണി സി കാപ്പൻ 2700-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. അതേസമയം പാലായിൽ NDA സ്ഥാനാർത്ഥിയായിരുന്ന ഷോൺ ജോർജും തോറ്റ് 3ാം സ്ഥാനത്തായി. പൂഞ്ഞാറിൽ PC ജോർജും തോറ്റു. ഇനി ശ്രദ്ധേയമായ വിജയങ്ങൾ പറയുമ്പോൾ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയായി ചാണ്ടി ഉമ്മൻ 52,000-ലധികം വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. തൊടുപുഴയിൽ PJ ജോസഫിന്റെ ബാറ്റൺ ഏറ്റുവാങ്ങിയ മകൻ അബു ജോൺ ജോസഫ് വൻ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഹരിപ്പാട് നോക്കിയാൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല 23,000-ലധികം വോട്ടുകൾക്ക് വിജയിച്ചു. കൊല്ലം ജില്ലയിൽ UDF വൻ മുന്നേറ്റമാണ് നടത്തിയത്. ബിന്ദു കൃഷ്ണയും PC വിശ്വനാഥും വിജയിച്ചു. അതേസമയം BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ തൃക്കരിപ്പൂരിൽ വിജയിച്ചു. പാലക്കാട് സിനിമാ താരം രമേശ് പിഷാരടിയാണ് വിജയിച്ചത്. എന്നാൽ BJPയുടെ സാന്നിധ്യം ഇത്തവണ ശ്രദ്ധേയമായി. ചാത്തന്നൂർ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി VB ഗോപകുമാർ വിജയിച്ചതോടെ നിയമസഭയിൽ വീണ്ടും താമര വിരിഞ്ഞു. നേമത്ത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും ശക്തമായ പോരാട്ടത്തിലൂടെ വിജയം കരസ്ഥമാക്കി. അതേസമയം തലസ്ഥാനത്തെ ഹോട്ട് സീറ്റായ കഴക്കൂട്ടത്തൊടുവിൽ താമര വിരിയുകയായിരുന്നു. സിറ്റിംഗ് MLAയും CPM കരുത്തനുമായ കടകംപള്ളി സുരേന്ദ്രനെ അട്ടിമറിച്ച് BJP സ്ഥാനാർത്ഥിയും മുൻ കേന്ദ്രമന്ത്രിയുമായ V മുരളീധരൻ ചരിത്ര വിജയം സ്വന്തമാക്കി. 20 വോട്ടുകൾക്കാണ് മുരളീധരൻ വിജയിച്ചു കയറിയത്. ചുവപ്പ് കോട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കഴക്കൂട്ടത്ത് കഴിഞ്ഞ 2 തവണയും 2ാം സ്ഥാനത്ത് ഒതുങ്ങിയ BJP ഇത്തവണ മുരളീധരനിലൂടെ മണ്ഡലം പിടിച്ചെടുത്ത് കരുത്ത് തെളിയിച്ചിരിക്കുകയാണ്. കടക്കുപുറത്ത് എന്ന പിണറായി ശൈലി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അലയടിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ മുഖ്യമന്ത്രിയുടെ പഴയ ശൈലികളായ കടക്കുപുറത്ത്, ഇതൊക്കെ വീട്ടിൽ പോയി പറയുക തുടങ്ങിയ പ്രയോഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. സർക്കാരിന്റെ ധാർഷ്ട്യത്തിനുള്ള മറുപടിയാണ് ഈ ജനവിധിയെന്ന് UDF നേതാക്കൾ പ്രതികരിച്ചു. അഴിമതി ആരോപണങ്ങളും ജനവിരുദ്ധ വികാരവുമാണ് ഇടതുപക്ഷത്തിന്റെ തിരിച്ചടിയായെന്ന് പ്രാഥമിക വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നു. വൈകുന്നേരത്തോടെ മുഴുവൻ ഫലങ്ങളും പുറത്തു വരുമ്പോൾ VD സതീശിന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ അധികാരമേൽക്കുമെന്ന് ഉറപ്പായി. പ്രധാന രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ പറയുമ്പോൾ കേരളത്തിൽ UDF തരംഗമാണ് ഉണ്ടായത്. റോഷി അഗസ്റ്റിൻ, MP രാജേഷ്, KB ഗണേഷ് കുമാർ തുടങ്ങിയ പ്രമുഖ മന്ത്രിമാരും നേതാക്കളും തോറ്റത് ഭരണപക്ഷത്തിന് വലിയ തിരിച്ചടിയായി. 2020യുടെ സ്വാധീനം കിഴക്കമ്പല അടക്കമുള്ള മേഖലകളിൽ വോട്ട് വിഹിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയെങ്കിലും ഒരിടത്തും വിജയിച്ചില്ല. കേരള രാഷ്ട്രീയത്തിൽ 5 വർഷം കൂടുമ്പോൾ ഭരണം മാറുന്ന ആചാരം വീണ്ടും തിരികെ വന്നിരിക്കുകയാണ്. LDFന്റെ ഭരണ തുടർച്ചാ മോഹങ്ങൾക്ക് ജനവിധി കനത്ത പ്രഹരമാണ് നൽകിയിരിക്കുന്നത്. അതേസമയം ഇടുക്കിയിലെ 5 മണ്ഡലങ്ങളിലും UDF ഉജ്ജ്വല വിജയമാണ് നേടിയത്. എറണാകുളത്ത് 14-ൽ 14 പിടിച്ചു. സർവകാല റെക്കോർഡാണ് ഇത്തവണ UDF നേടിയത്. സംസ്ഥാന നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കരുത്ത് തെളിയിച്ചത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ്. മത്സരിച്ച 8 സീറ്റിൽ ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥികൾ 7-ലും വിജയക്കൊടി പാറിച്ചു. ഇരിഞ്ഞാലക്കുട, കോതമംഗലം, തൊടുപുഴ, കടുത്തുരുത്തി, ചങ്ങനാശ്ശേരി, കുട്ടനാട്, തിരുവല്ല,
സീറ്റുകളാണ് ജോസഫ് വിഭാഗം നേടിയത്. അതേസമയം 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ 5 സീറ്റുകളിൽ വിജയിച്ചിരുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നിലവിൽ ഒരു സീറ്റിലും വിജയിച്ചില്ല. മാണി ഗ്രൂപ്പിന്റെ ഏക മന്ത്രിയായിരുന്ന റോഷി അഗസ്റ്റിൻ ഇടുക്കിയിൽ കനത്ത തിരിച്ചടി നേരിട്ടു. കോൺഗ്രസ് സ്ഥാനാർത്ഥി റോയ് കെ പൗലോസിനോടാണ് തോൽവി സമ്മതിച്ചത്. തെരഞ്ഞെടുപ്പ് ഫലം ചുരുക്കത്തിൽ പറഞ്ഞാൽ കേരളത്തിൽ ചുവപ്പ് കോട്ടകൾ തകർന്നു വീണു. പിണറായി വിജയന്റെ അപ്രമാദിത്യത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് UDF കേരളം തൂത്തുവാരി. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ 100-ലധികം സീറ്റുകളിൽ ആധിപത്യം ഉറപ്പിച്ചാണ് UDF സെഞ്ചുറി അടിച്ചത്. വെറും 35 സീറ്റുകളിലേക്ക് ഇടതുമുന്നണി ചുരുങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. പിണറായിസത്തിന് കനത്ത പ്രഹരമാണ് ജനം നൽകിയത്. രണ്ടാം പിണറായി സർക്കാരിന്റെ വീഴ്ചയുടെ ആഴം വ്യക്തമാക്കുന്നതാണ് പുറത്തുവരുന്ന ഫലങ്ങൾ. കടക്കുപുറത്തെന്ന് പറഞ്ഞ് മാധ്യമങ്ങളെയും ജനങ്ങളെയും അകറ്റി നിർത്തിയ ഭരണകൂടത്തിന് ജനങ്ങൾ നൽകിയ മറുപടിയാണ് കടക്കുപുറത്ത്. ധർമ്മടത്ത് മുഖ്യമന്ത്രി പോലും വിയർക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും കേരളത്തിലെ വോട്ടർമാർ നൽകിയ മറുപടി ഇനി വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പരിഹാസം. അതേസമയം വിമതർ തീർത്ത വിപ്ലവത്തിലും UDFന് നേട്ടമായി. കണ്ണൂരിലെ പാർട്ടി കോട്ടകളിൽ CPMനെ വിറപ്പിച്ചുകൊണ്ട് ഇത്തവണ വിമതർ ചരിത്രം കുറിച്ചു. P ജയരാജൻ അനുകൂലികളും അസംതൃപ്തരായ പാർട്ടി പ്രവർത്തകരും അണിനിരന്ന മണ്ഡലങ്ങളിൽ ചെങ്കൊടി താഴ്ന്നു തുടങ്ങി. അമ്പലപ്പുഴയിൽ പാർട്ടി നേതൃത്വത്തോട് കലഹിച്ചു നിന്ന G സുധാകരൻ വിപ്ലവം തീർക്കുന്ന കാഴ്ചയാണ് രാഷ്ട്രീയ കേരളം സാക്ഷ്യം വഹിച്ചത്. അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഇടതുപക്ഷത്തിന് വലിയ തോതിലുള്ള വോട്ട് ചോർച്ചയാണ് ഉണ്ടാക്കിയത്. UDF തരംഗമെന്ന് പറയുമ്പോൾ VD സതീശിന്റെയും K സുധാകരന്റെയും നേതൃത്വത്തിൽ ഐക്യത്തോടെ പോരാടിയ UDF ഭരണവിരുദ്ധ വികാരം കൃത്യമായി വോട്ടാക്കി മാറ്റി. വിവാദങ്ങളും അഴിമതി ആരോപണങ്ങളും മാസപ്പടി വിവാദവുമെല്ലാം സർക്കാരിനെ ജനങ്ങളിൽ നിന്ന് അകറ്റിയെന്ന് ഫലങ്ങൾ തെളിയിക്കുന്നു. കേരളം ഇനിയൊരു പുതിയ ഭരണത്തിലേക്ക് എത്തുകയാണ്. ജനഹിതം മാനിക്കാത്തവർക്ക് കടക്കുപുറത്ത് എന്ന് ജനങ്ങൾ തന്നെ പറയുമ്പോൾ അത് ജനാധിപത്യത്തിന്റെ വലിയ വിജയമായി മാറിയിരിക്കുകയാണ്. ഒപ്പം ചിലരുടെ വീട്ടിൽ പോയി പറച്ചിൽ. ഇതോടെ ഈ ന്യൂസ് എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനൊക്കെ സന്ദർശിക്കാൻ നന്ദി. നമസ്കാരം.